നടക്കുന്നില്ലേ എന്നുള്ള ചോദ്യം പലയാവർത്തി നാം അതിന് മറുപടി പറയേണ്ടതായി വരും. ഒരുപാട് മറുപടി പറയുമ്പോഴാണ് നമ്മുടെ ആശയങ്ങൾ നമുക്ക് ജീവനക്കാരുമായും പൊതുസമൂഹവുമായി സംവദിക്കാൻ കഴിയുന്നത്. വല്ലാത്ത വേദനയിലാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും സേവന മേഖലയുമെന്ന് ആദരണീയനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ നമ്മളോട് പറഞ്ഞു. 2022 നവംബർ മാസം 26-ാം തീയതി ഇതേ വേദിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കാനൻ രാജേന്ദ്രൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഭരണകേന്ദ്രത്തിലേക്ക് ഇങ്ങനെ നിരന്തരമായി ഈ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് വരാൻ കഴിയുന്ന തരത്തിലേക്ക് നയങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകരുത് എന്ന് കേരളത്തിലെ ഭരണകൂടത്തിന്റെ മുൻപിൽ പറഞ്ഞതാണ്. ആ പറഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ചെറിയ ഒരു തീരുമാനമെങ്കിലും എടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ ഭരണാധികാരികളെ കൊണ്ട് ഒരു മാറ്റം വരാൻ കഴിയുന്ന തരത്തിലുള്ള ചിന്തകൾ ഉയർത്തിക്കൊണ്ടുവന്നത്. നാം കാസർഗോഡ് നിന്നും നടക്കാൻ തീരുമാനിച്ചു. കേരളത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട ജീവനക്കാരന്റെ പെൻഷൻ സംരക്ഷിക്കണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി. 525 കിലോമീറ്റർ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അധ്യാപക സർവീസ് സംഘടനയുടെ എല്ലാവിധ ഹൃദയാഭ്യാദ്യങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് പൊതുസമൂഹം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു, നിങ്ങൾ നടത്തുന്ന ഈ സമരം നിങ്ങൾക്ക് വേണ്ടിയല്ല, വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള സമരമാണ് എന്നുള്ള തിരിച്ചറിവുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിനോട് ഈ കേരളം ഒന്നാകെ, ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ചത്. അഭിമാനത്തോടു കൂടി ആ സമരത്തിൽ പങ്കെടുത്ത സമരസഖാ